നമസ്കാരം. വിഷൻ ദാറുസലാമിന്റെ വാർത്താ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി 32,438 അവസരവും ദക്ഷിണ റെയിൽവേയിൽ 2,694 അവസരങ്ങളുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റെയിൽവേയിൽ ജോലി അവസരം നോക്കുന്നവർക്ക് ഇത് ഒരു സുവർണ അവസരമായിരിക്കും. ഇതിന് ആവശ്യമുള്ള യോഗ്യതയെപ്പറ്റിയും ഏതൊക്കെ കാറ്റഗറിയിലാണ് ഒഴിവുള്ളതെന്നും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും ശമ്പള സ്കെയിൽ എത്രയാണെന്നും പരിശോധിക്കാം. രാജ്യത്തെ മുഴുവൻ റെയിൽവേ സോണുകളിലായി 32,438 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൽ 2,694 ഒഴിവ് ചെന്നൈ ആസ്ഥാനമായ ദക്ഷിണ റെയിൽവേയിലാണ്. റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് നിശ്ചിത കോട്ടയുണ്ട്. ദക്ഷിണ റെയിൽവേയിൽ 540 പേർക്കാണ് ഈ വിഭാഗത്തിൽ അവസരം. ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പിനായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയും ഉണ്ടാവും. മലയാളത്തിലും പരീക്ഷ എഴുതാനാവും. പരസ്യ വിജ്ഞാപന നമ്പർ 8/2024. അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്, ബ്രിഡ്ജ് ആൻഡ് ഗാരേജ് ആൻഡ് വാഗൺ, ലൊക്കേഷൻ ഷെഡ്, പോയിന്റ്സ്മാൻ, ഇലക്ട്രിക്കൽ, ട്രാഫിക് എന്നീ വകുപ്പുകൾക്ക് കീഴിലാണിവ. ദക്ഷിണ റെയിൽവേ തസ്തികയിൽ തിരിച്ചുള്ള ഒഴിവുകളും മറ്റ് സോണുകളിലെ ഓരോ വിഭാഗത്തിലെ ഒഴിവുകളും അറിയാൻ ഇതോടൊപ്പമുള്ള പട്ടിക കാണുക. അടിസ്ഥാന ശമ്പളം 18,000 രൂപ. പ്രായം 18 മുതൽ 36 വയസ്സ്. ഇതിൽ OBC NCL വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാർക്കും വിരമിച്ച വിമുക്ത ഭടന്മാർക്കും വയസ്സിൽ ഇളവുണ്ട്. തിരഞ്ഞെടുക്കുന്ന രീതി: കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം. ഇതിൽ നിന്നും യോഗ്യത നേടുന്നവർക്ക് ശാരീരിക ക്ഷമതാ പരീക്ഷയും ഉണ്ടായിരിക്കും. പരീക്ഷയുടെ രീതി: പരീക്ഷയ്ക്ക് 90 മിനിറ്റാണ് സമയം. 100 ചോദ്യങ്ങൾ ഉണ്ടാകും. ജനറൽ സയൻസ് 20, മാത്തമാറ്റിക്സ് 25, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 30, ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫയേഴ്സ് 20 എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. വിശദമായ സിലബസ് വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ലഭ്യമാണ്. ഭിന്നശേഷിക്കാർ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അപേക്ഷയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒപ്പ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 2 മാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്തതും ബാക്കി നിബന്ധനയിൽ പ്രസിദ്ധീകരിച്ചതിനനുസരിച്ചുമായിരിക്കും അപേക്ഷ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി 22, 2025. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 266 ഓഫീസേഴ്സ്. എന്തൊക്കെയാണ് യോഗ്യതകൾ? എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? എറണാകുളത്തും തിരുവനന്തപുരത്തും പരീക്ഷാ കേന്ദ്രം. മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സോണൽ ബേസ്ഡ് ഓഫീസർമാരുടെ അസിസ്റ്റന്റ് മാനേജർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 266 ഒഴിവുണ്ട്. ഇതിൽ 58 ഒഴിവ് കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവയുൾപ്പെടുന്ന ചെന്നൈ ആസ്ഥാനമായുള്ള സോണിലാണ്. എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ്. ഓൺലൈനായുള്ള എഴുത്തു പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ഭാഷ, ബാങ്കിംഗ് സംബന്ധമായ അറിവ്, കമ്പ്യൂട്ടർ പരിജ്ഞാനം, നിലവിലെ സാമ്പത്തിക സ്ഥിതിഗതികൾ ഉൾപ്പെടെയുള്ള പൊതുവിജ്ഞാനം എന്നിവയെ ആസ്പദമാക്കിയായിരിക്കും ചോദ്യങ്ങൾ. 120 ചോദ്യങ്ങൾ ഉണ്ടാവും. 80 മിനിറ്റാണ് സമയം. 2025 മാർച്ചിലായിരിക്കും പരീക്ഷ. ഒരാൾക്ക് ഒരു സോണിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഫെബ്രുവരി 9. വ്യത്യസ്തമായ ഇത്തരം വിവരങ്ങൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.